ഇവിടെ തൃശ്ശൂരിലെ ടോൾ വിലക്ക് തുടരും എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ടോൾ വിലക്ക് തുടരും, പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വലിയ വാർത്ത. വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. വിഷ്ണു, ഇത് പണി പൂർത്തിയായെന്ന് പറഞ്ഞപ്പോഴേക്കും പൂർണ്ണമായി പൂർത്തിയായോ എന്ന് കോടതി ചോദിച്ചു. ഇല്ല, അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പണി പൂർത്തിയാൻ ബാക്കിയുണ്ട്, എന്നാൽ അതുകൂടി പൂർത്തിയായിട്ട് വാ എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ കോടതിയിൽ കണ്ടത്. ഇന്ന് കോടതിയിൽ നടന്ന വാദപ്രതിവാദം എന്താണ്? ടോൾ വിലക്ക് തുടരാനുള്ള കാരണം എന്താണ്? വിഷ്ണു. ഹാഷ്മി, കോടതി ഈ വിഷയം അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. നേരത്തെ ടോൾ വിലക്ക് മാറ്റാമെന്ന് കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവിടെ മണ്ണിടിച്ചിലുണ്ടായി, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ടോൾ വിലക്ക് തുടരാം എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായിരുന്ന പ്രദേശത്തടക്കം ഇപ്പോഴും പ്രതിസന്ധികളുണ്ട്. അവിടെ അപകടങ്ങൾ പതിവാണ്. പ്രത്യേകിച്ച് പേരാമ്പ്ര പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അപകടങ്ങൾ പതിവാണ്. ഒപ്പം ഈ റോഡ് ട്രാഫിക് വളരെ രൂക്ഷമായി ശക്തമാകുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കളക്ടറുടെ റിപ്പോർട്ട്. NHA പക്ഷേ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുകയാണ്. പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരികയാണ്. അവിടെ അപകടമുണ്ടാകാൻ കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണെന്ന് പോലും NHA ഇന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് സൈൻ ബോർഡുകളൊക്കെ കൃത്യമായി വെച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ കാര്യങ്ങൾ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടിയുള്ള ബോർഡുകൾ കൃത്യമാണ്. പക്ഷേ ചില ആളുകളെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ വാഹനവുമായി എത്തി വാഹനം അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണുള്ളത് എന്ന വാദമാണ് അതിന് കളക്ടറുടെ റിപ്പോർട്ടിനെ പ്രതിരോധിക്കാൻ NHA എടുത്തത്. പക്ഷേ അതൊന്നും കോടതി അംഗീകരിച്ചില്ല. ഒപ്പം കേന്ദ്ര സർക്കാരിനെയും കോടതി ഈ വിഷയത്തിൽ വിമർശിച്ചിട്ടുണ്ട്. 65 കിലോമീറ്ററാണ് ഈ ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത സ്ട്രെച്ച് ഉള്ളത്. അതിൽ കേന്ദ്ര സർക്കാർ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് 5 കിലോമീറ്റർ മാത്രമാണ് വിഷയം. അപ്പോൾ കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ഈ 5 കിലോമീറ്റർ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് ഇടപെട്ടുക? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോടതി കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് സ്റ്റെപ്പ് എടുത്തുവെന്ന്. അപ്പോഴൊന്നും ഒരു മറുപടിയും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിക്കുന്നു. ഒപ്പം കരാറുകാരുടെ കണ്ണിലൂടെ മാത്രം, ഈ ടോൾ പിരിക്കുന്ന കരാറുകാരുടെ കണ്ണിലൂടെ മാത്രം ഈ വിഷയത്തെ നോക്കി കാണരുത് എന്ന വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഈ വിമർശനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി 3 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ, അതായത് ഈ 5 കിലോമീറ്റർ ആണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള നടപടികൾ 3 ദിവസത്തിനുള്ളിൽ എടുക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിൽ പ്രകാരമാണ് വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിലുള്ള നിലപാട് അറിയിക്കും. വെള്ളിയാഴ്ചയായിരിക്കും ഹർജി പരിഗണിക്കുക. അതുവരെ ടോൾ വിലക്ക് തുടരും. ഏകദേശം 2 മാസത്തോളം എത്തുന്നു. ഇപ്പോൾ പാലിയക്കരയിൽ ഈ ടോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ പറ്റില്ലെങ്കിൽ ടോൾ പിരിക്കേണ്ട എന്ന കോടതിയുടെ നിലപാട് അതിപ്പോഴും തുടരുകയാണ്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ പാലിയക്കരയിൽ ഹൈക്കോടതി അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ റോഡും നന്നാക്കിയിട്ട് മതി ഈ പറയുന്ന രീതിയിലുള്ള ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന ടോൾ പിരിവ്, ജനങ്ങളെ പിടിച്ചു പറിക്കൽ ഇൻ കോട്ട്സ് ടോൾ പിരിവ് മതി എന്നാണ് കോടതി ആവർത്തിച്ച് പരോക്ഷമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ റോഡ് നന്നാക്കട്ടെ, എന്നിട്ടാവാം പിരിവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.